ഇപ്പോൾ ടോം കൂടി ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ടോം, ഇതാ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഷാജി വിവരിക്കുന്നുണ്ട് എങ്ങനെയാണ് ആ കൊല നിർവഹിച്ചത് എന്ന്. ഇപ്പോഴും സംശയമുണ്ടാകുന്നത് എന്തിനു വേണ്ടിയായിരുന്നു ഈ കൊലപാതകം നടത്തിയത്? പരിചയക്കാരായ ആളുകൾ ആയിരുന്നു, അവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഷാജി 45 വയസ്സുള്ള സുധയുമായി വലിയ അടുപ്പം പുലർത്തി. അത് പിന്നൊരു കൊലപാതകത്തിലേക്ക് എത്തിയ സാഹചര്യം എന്താണ്? അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ ടോം. ഈ കൊലപാതകത്തിന് ശേഷം തന്നെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. കാരണം എന്തിനാണ് ഈ രാത്രി 11:30 സുധയും ഷാജിയും മൈജിലിൽ എത്തിയത്? ഇരുവരും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണം അത് പെട്ടെന്നുള്ള പ്രകോപനമാണോ, അത് കരുതിക്കൂട്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും അന്വേഷിച്ചത്. മാത്രമല്ല, അത് ആദ്യഘട്ടത്തില് അതൊരു ആത്മഹത്യ എന്നായിരുന്നു നിഗമനം. പക്ഷെ അതിനുശേഷം പോലീസിന് ചില സൂചനകൾ, അതായത് പോലീസിന്റെ ചില സംശയങ്ങളാണ് ഇത് കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടിയത്. അതായത് അത് ആത്മഹത്യ അല്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നത് റെയിൽവേ ട്രാക്ക്, അതായത് ട്രെയിൻ ഗതാഗതം ഇല്ലാത്തൊരു റെയിൽവേ ട്രാക്കിലാണ് ഈ സുധയുടെ മൃതദേഹം കടന്നത്. അതുകൊണ്ട് തന്നെ അത് ട്രെയിൻ തട്ടിയുള്ള ഒരു മരണമല്ല, ആത്മഹത്യയല്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് സുധ മരിച്ചതെന്ന ഒരു ചോദ്യത്തിലേക്ക് പോലീസ് പോയി സമീപത്തുള്ള CCTV പരിശോധിച്ചു. ആ CCTV പരിശോധിച്ചപ്പോഴാണ് കാറിലേക്ക്, അതായത് ഒരാൾ അതുവഴി നടന്നു പോകുന്നതും കാറിലേക്ക് പോകുന്നതും കണ്ടത്. ആ വാഹനം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പൊന്നുരുന്നി സ്വദേശിയും ഷാജിയിലേക്ക് എത്തിയത്. ഷാജിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ താൻ തന്നെയാണ് കൊലപാതകം നടത്തിയതെന്ന് ഷാജിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇരുവരും തമ്മിൽ, ഷാജിയും സുധയും തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. വിവാഹ മോചനത്തിന് ശേഷം സുധ പൂത്തോട്ടയിലാണ്, എറണാകുളം ജില്ലയിലാണ് താമസിക്കുന്നത്. കോട്ടയം സ്വദേശിനിയാണെങ്കിലും അത് അമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. അതിനിടെയാണ്, അതായത് ഇവിടെ കുടുംബ സുഹൃത്താണ്, കുടുംബവുമായി വലിയ ബന്ധമുള്ള വ്യക്തിയായിരുന്നു ഷാജി. അങ്ങനെയാണ് ഷാജിയും സുധയും തമ്മിൽ അടുക്കുന്നത്. സുധ വലിയ രീതിയിൽ ഷാജി തന്നെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമെന്നൊക്കെ സ്വപ്നം കണ്ടു കാണും. കാരണം അത്രയധികം വലിയൊരു അടുപ്പം, മാനസികമായ അടുപ്പം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു. പലപ്പോഴും കൊച്ചിയിൽ ഇവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ ബന്ധം പിന്നീട് വളർന്നു. പക്ഷേ ഈ ഷാജിയെ സംബന്ധിച്ച്, ഷാജി കുടുംബമുള്ള വ്യക്തിയാണ്. സുധ ഒരു ബാധ്യതയാകുമെന്ന് കണ്ടുകൊണ്ട് സുധയെ കൊലപ്പെടുത്തിയതാകാമെന്ന് തന്നെ പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ രീതിയിൽ ഇത് ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണോ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം അവിടെ ഒരു ആയുധം കൊണ്ടുള്ള മുറിവേൽപ്പിക്കുകയല്ല ചെയ്തത്. കാരണം അങ്ങനെ ഒരു കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ എത്തിയതെങ്കിൽ ഒരു ആയുധം കയ്യിൽ കരുതണം. മാത്രമല്ല, അല്പം കൂടി ഒരു കൃത്യമായ ആസൂത്രണം ഈ കൊലപാതകത്തിന് പിന്നെ ഉണ്ടായിരിക്കും. പക്ഷെ അതിനപ്പുറം ഒരുപക്ഷെ ഇത് പെട്ടെന്നുള്ള പ്രകോപനമാകാം, വാക്കുതർക്കമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊരു കാര്യമാണ് പോലീസിന്റെ നിലവിലുള്ള ഒരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷെ അങ്ങനെയെങ്കിൽ പോലും എന്ത് വാക്കുതർക്കമാണ് ഉണ്ടായത്, എന്താണ് ഇരുവർക്കും ഇടയിൽ ആ രാത്രിയിൽ അവിടെ സംഭവിച്ചത് എന്ന് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ആരുടെയെങ്കിലും സഹായം ഉണ്ടായിരുന്നോ? ഷാജി പറയുന്നത് തനിച്ചാണ് ഈ ക്രൂരകൃത്യം, ഈ കൊലപാതകം നടത്തിയതെന്ന് ഷാജി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും തെളിവെടുപ്പിന് ശേഷം അല്പം കൂടി വ്യക്തത ഉണ്ടാകും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ ഇനി ചോദ്യം ചെയ്യണമെങ്കിൽ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷെ ഒരു കാര്യത്തില് വ്യക്തത വന്നിരിക്കുന്നത്, ഷാജിയും സുധയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, അടുപ്പമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ്. മറ്റേതെങ്കിലും സാമ്പത്തികമായ ഇടപാടുകൾ ഇരുവരും തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ? ലൈംഗികമായി സുധയെ ചൂഷണം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്കറിയാം. പല കേസുകൾ ഈ സമീപകാലത്ത് ഉള്ള പല കൊലപാതക കേസുകൾ പരിശോധിച്ചാലും അവിടെ ഈ വഴിവിട്ട ജീവിതങ്ങൾ, വഴിവിട്ട ബന്ധമൊക്കെ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ പതിവായി നമ്മൾ കേൾക്കുന്നുണ്ട്. പല കേസുകൾ പരിശോധിച്ചു കഴിഞ്ഞാലും. കാരണം രണ്ടുപേർക്ക് രണ്ട് കുടുംബങ്ങൾ ഉണ്ടാകാം. പിന്നീട് ചെറിയ അസ്വാരസ്യങ്ങൾ ഈ ബന്ധത്തിലൊക്കെ ഉണ്ടാകുമ്പോഴാണ് പിന്നീട് കൊലപാതകത്തിലേക്ക് പോലും നീങ്ങുന്നത്. ഒരുപക്ഷെ ഇത് തന്നെയാകാം സുധയും ഷാജിയും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് കാരണമായതും കൊലപാതകത്തിലേക്ക് നയിച്ചതും. ഈ കാര്യത്തില് നിലവിലും മറ്റ് സംശയങ്ങളൊന്നും പോലീസിനില്ല. കാരണം ഷാജി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയെന്ന കാര്യം പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. ഇനി അതിന്റെ കാരണമാണ് കണ്ടെത്തേണ്ടത്. ആസൂത്രിതമായ കൊലപാതകമായിരുന്നോ എന്ന് അറിയണം. ഷാജിക്ക് ചില പിഴവുകൾ, അതായത് കൃത്യമായും വളരെ ബുദ്ധിപൂർവമാണ് ഷാജി ഈ ക്രൂരകൃത്യം നടപ്പാക്കിയ ശേഷം തെളിവ് നശിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഷാജിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം ഇത് കൊലപാതകമല്ല ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ബുദ്ധിപൂർവമായ നീക്കമുണ്ടായി. പക്ഷെ ചില പഴുതുകൾ, അതായത് ഏതൊരു കുറ്റകൃത്യത്തിന്
ശേഷവും എവിടെയെങ്കിലും ഒരു തെളിവ് അവശേഷിക്കും. അതാണ് ഈ കേസിൽ സംഭവിച്ചത്. അതായത് ഈ മൃതദേഹം അതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും പക്ഷെ ചില കണക്കൂട്ടലുകൾ, ഇയാളുടെ കണക്കൂട്ടലുകൾ പൊളിയുന്നു. അത് റെയിൽ ഗതാഗതമില്ലാത്ത റെയിൽവേ പാളത്തിൽ മൃതദേഹം ഉപേക്ഷിക്കുന്നു. അതിനുശേഷം CCTV ദൃശ്യങ്ങൾ കൃത്യമായും പലയിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. ഇതിൽ പോലീസിന്റെ ഒരു അന്വേഷണ മികവ് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഈ കൊലപാതകത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പ്രതിയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞു. ഈ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായില്ല. മാത്രമല്ല അയാൾ ഒരിക്കലും താൻ പിടിക്കപ്പെടില്ല എന്നൊരു ആത്മവിശ്വാസം ഈ പ്രതിയെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പോലീസിന്റെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.